ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ്, ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ രാഹുൽ ഈശ്വർ ഈ ഒരു കാര്യത്തിൽ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇതുപോലൊരു കുടുക്കിൽ പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അയാളുടെ ആവേശവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളിലും. അതുപോലെ തന്നെ ഈ വിഷയവും അങ്ങനെ അങ്ങ് പോകുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ അയാൾ കൃത്യമായിട്ട് കുടുങ്ങിയിരിക്കുകയാണ്. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധം സംസാരിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അതായത് പിന്നെ ഇപ്പോഴും കേസ് എടുത്തിരിക്കുന്ന അതാണ്. അതിൻ്റെ പ്രകാരം കോടതിക്ക് അത് ബോധ്യപ്പെട്ടു, കോടതി അത് റിമാൻഡ് ചെയ്തു. പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവേശം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇനി നിയമത്തെ വെല്ലുവിളിക്കുക, ഇനി ആരെങ്കിലും വെല്ലുവിളിക്കുകയാണോ, ഇനി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എരവാദം ഉണ്ടാക്കുകയാണോ ഇയാളുടെ ലക്ഷ്യം എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഇയാളുടെ ആവേശവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അങ്ങനെയൊക്കെ രക്ഷപ്പെടുന്ന ഈ രാഹുൽ പക്ഷേ ഇതിന് കൃത്യമായിട്ട് പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അയാൾക്കും നല്ല രീതിയിലുള്ള സിമ്പതിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നും പറയാൻ പറ്റൂല. കാരണം അയാൾക്ക് നല്ല രീതിയിലുള്ള ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടുന്നത് ഈ രാഹുലിന് തന്നെയാണ്. കാരണം രാഹുലിന് അവിടെ ഒരു വലിയൊരു വീരപരിവേഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. ഇത്രയും നാളെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു തേങ്ങാക്കലിയും ആ ചെങ്ങായിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് നെഗറ്റീവ്, അല്ലെങ്കിൽ ആൾക്കാർ കയറി പിടിക്കാത്ത ഏരിയ എവിടെയാണ്, അവിടെ കയറി പിടിക്കുക എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവേശവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് കുറച്ച് പിന്തുണ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ജനങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാരുടെ പിന്തുണയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട്. അവരുടെ പിന്തുണ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ മെൻസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇവന്മാരാണോടെ മെൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന, എന്താ പറയണ്ടേ, ഇത് ഉണ്ടാക്കി കൊടുക്കുന്നവന്മാർ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മെൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. ഇതല്ല, ഇത് സ്ത്രീകളെ പൂർണ്ണമായിട്ടും വെറുത്തുകൊണ്ട് മെൻസിന് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരിക്കലും അത് ശരിയാകത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയല്ല, അതല്ല ഒരു സംഘടനയുടെ ലക്ഷ്യം വേണ്ടത്. അത് ഈ രാഹുൽ ഈശ്വറിന് മനസ്സിലാകായിട്ടാണോ ഇനി ഇവരുടെ കൂടെയുള്ളവന്മാർക്ക് മനസ്സിലാകായിട്ടാണോ എന്നറിയില്ല. ഇവരൊക്കെ ഏതെങ്കിലും ഒരു കേസ് പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഇത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീയില്ലാതെ പുകയുണ്ടാവില്ല. അതാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. അല്ലാതെ വെറുതെ ഒന്നും പോയിട്ട് റിമാൻഡ് ചെയ്യത്തില്ല. ഇപ്പോ അയാൾ പറയുന്നത് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, അയാളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകാം, അയാളുടെ പല സ്ഥലങ്ങളിലും ഉണ്ടാകാം, അയാൾ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാകും, അതുപോലെ തന്നെ അയാൾക്ക് അയച്ചു കൊടുത്ത വ്യക്തികളുണ്ടാകും, അവരുടെയൊക്കെ മുട്ടിടിക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി കിട്ടണം. അത് കിട്ടേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ 14 ദിവസം കടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു താരപരിവേഷങ്ങൾ വരത്തേയുള്ളൂ. കാരണം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു സിമ്പതി വന്നിട്ടുണ്ട്. അതാണ്. ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ അയാളെ തെറി വിളിച്ചു. ഇന്നിപ്പോഴും ചില ആൾക്കാർ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, അത്രത്തോളം ഒന്നും വേണ്ടായിരുന്നു, അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് ഞങ്ങളാരും ഓർക്കുന്നില്ലല്ലോ. കാരണം അയാളെക്കാട്ടിയും കൂടുതൽ പറഞ്ഞത് ഇവിടെ TV ചാനലുകളാണ്. ഓരോ ചാനലുകൾ വന്നിട്ട് പലതരത്തിലും പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇദ്ദേഹത്തെ ഇയാളെ അവിടെ ഒരു ഇരയാക്കി അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ അങ്ങനെ ആക്കി എന്നേ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരെയും എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ കേസൊക്കെ എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവത്തിൽ എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്.
അതായത് ഒരു പെൺകുട്ടിയുടെ പരാതി ഇല്ല ഒരു സ്ത്രീയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രഹസ്യമായിട്ട് വെക്കണം, ഇത് പരസ്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വെക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ആൾക്കാർ അറിയാതെ ഒരു വാർത്താ മാധ്യമത്തിന് പോലും കൊടുക്കാതെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അവിടെയും ഫാൾട്ട് പറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആവേശം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ശരിക്ക് പെട്ടിരിക്കുന്നത് നമ്മളെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അയാൾ പെടാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കുമെന്ന് അറിയില്ല. അയാളെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഇനി ഒരു സംഘടന അയാളെ രക്ഷപ്പെടുത്തണം ഇല്ലെങ്കിൽ അയാൾക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സമരം നടത്തുമോ എന്നുപോലും നമുക്കറിയില്ല. കാരണം നടത്തും ചിലപ്പോഴേ. അതാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിലൊക്കെ എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിനെ സംഭവിച്ചത് എല്ലായ്പ്പോഴും പോകുന്നത് പോലെ അങ്ങ് പോകുമെന്ന് വിചാരിച്ച രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ ശരിക്ക് പെട്ടുപോയിന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ രാഹുൽ ഈശ്വറിന് ഇതിന്റെ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നേ ഉള്ളൂ. രാഹുൽ ഈശ്വർ ചിലപ്പോൾ ഇനി 14 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ ഇതിന്റെ ഇരട്ടി ശക്തിയോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഇതൊരു വലിയ ഗുണമാണ്. ഇപ്പൊ 2-3 ദിവസം കിടക്കുമ്പോഴേ അയാൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു ഇതിൽ പെട്ട് കിടന്നിട്ടില്ല. അത് മാത്രമല്ല ഈ ഒരു കേസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര കേസാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അത്ര ഈസി അല്ലാന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് പറയുമ്പോഴും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയാം ഇതുപോലെ നിങ്ങൾ ചെയ്യരുത്. കാരണം ഭാര്യ ഓൾറെഡി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടും അറിയാലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാൻ പറ്റുന്നതാണ്. എരേൻ്റെ പിന്നെ അങ്ങനെയുള്ള ഇത് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രഹസ്യ സ്വഭാവത്തിലുള്ള ഇതുപോലെയുള്ള കേസുകൾ എൻ്റെ അഭിപ്രായം മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്നത് നിർത്തിവെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെയാണ് നീതി കിട്ടി എന്ന് പറയാൻ കഴിയുള്ളൂ. മാധ്യമങ്ങൾ പോലും ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. ഒരു മാധ്യമങ്ങളും ഇത് ചർച്ചയ്ക്ക് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും രാഹുൽ ഈശ്വർ ഇനിയിപ്പോൾ 14 ദിവസം ചിലപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ 14 ദിവസം കഴിയായിരിക്കും. കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് 14 ദിവസം തന്നെയാണ്. കാരണം കേസിൻ്റെ സ്വഭാവം അനുസരിച്ചും ഇപ്പോൾ ആ ഒരു നിലപാട് ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത അവസ്ഥയിൽ അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് 7 മണിക്ക് ചർച്ചയില്ല എന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അയാളുടെ വിചാരം എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞപാട് വിടും, തിരിച്ചുവിടും എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വകുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നോ എന്നാണ് എനിക്കൊരു ചോദ്യം. കാരണം അവരൊരു അഡ്വക്കേറ്റിലൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ 7 മണിക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോയി കഴിഞ്ഞാലും തിരിച്ചു വരണമെങ്കിലും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയും എന്നൊക്കെ അറിയില്ലേ. ഏതായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ കുറച്ചു കാലം ഇനി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിന് വലിയ ഗുണങ്ങൾ കിട്ടും. ഗുണങ്ങൾ തന്നെ കിട്ടത്തുള്ളൂ. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അയാൾക്ക് എന്താ പറയുക നെഗറ്റീവ് ഒന്നും ആകത്തില്ല. അയാൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞൊരു വീര പരിവേഷം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.